നമസ്കാരം. ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഭരണ അട്ടിമറി നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാത്യു വാൻഡേക്ക് എന്ന അമേരിക്കയുടെ രഹസ്യ ഇന്റലിജൻസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന മാത്യു ആരോൺ വാൻഡേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പേരുകൾ എല്ലായിടത്തും ഉയർന്ന് കേട്ടിട്ടുണ്ട് അട്ടിമറി നടക്കുമ്പോൾ. ലിബിയയിൽ, സിറിയയിൽ, വെനസ്വേലയിൽ, ഇപ്പോഴിതാ ഇന്ത്യയിലും. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത എയർപോർട്ടിൽ നിന്നും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA പിടികൂടിയ മാത്യു വാൻഡേക്ക് ഇന്ത്യയിലേക്ക് വന്നത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ദൗത്യവുമായിട്ടാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്യു വാൻഡേക്കിന്റെ കൂടെ 6 യുക്രൈൻ പട്ടാളക്കാർ ഉണ്ടായിരുന്നു. ഇവർ മ്യാൻമാറിൽ പട്ടാള ഭരണത്തിനെതിരെ പൊരുതുന്നവർക്ക് ഡ്രോണുകൾ പറത്തുക, ഡ്രോണുകൾ ജാം ചെയ്യുക, ഡ്രോണുകൾ അസംബിൾ ചെയ്യുക എന്നിങ്ങനെ ഡ്രോൺ യുദ്ധത്തിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കാൻ എത്തിയവരാണ്. പക്ഷെ ഇവർക്ക് ഇന്ത്യയിലെ മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ ഗ്രൂപ്പുകളുമായി സജീവ ബന്ധമുണ്ട്. അവർക്ക് ഡ്രോണുകൾ നൽകിയതായും ഇവർ പറയുന്നുണ്ട്. തുടർച്ചയായി മിസോറാമിലും മണിപ്പൂരിലും നടക്കുന്ന ആഭ്യന്തര കലാപത്തിന് വഴിമരുന്നിടുന്നത് വിദേശ ശക്തികളാണെന്നും ഇത് ഗൗരവകരമായ ഒരു രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെറുതെ വാചകമടിക്കാൻ മോദി മണിപ്പൂരിൽ പോകാത്തത്. കാരണം അവിടെ നടക്കുന്ന ഗൂഢാലോചന അത്രയ്ക്കും സങ്കീർണവും ശക്തവുമാണ്. അവരെ അടിച്ചു വീഴ്ത്തിക്കഴിഞ്ഞാൽ മോദി തീർച്ചയായും മണിപ്പൂരിൽ ഒരു നാൾ എത്തും. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ മോദി ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായാണ് അവർ പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഏതാനും മാസം മുമ്പ് ഇതുപോലെ ഒരു അമേരിക്കൻ ഏജന്റ് ബംഗ്ലാദേശിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു. ഇയാൾ മോദിയെ വധിക്കാൻ എത്തിയ അമേരിക്കൻ ഏജന്റ് ആണെന്ന ചില വാർത്തകളുണ്ടായിരുന്നു. അതായത് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്ന ഒരു ഫോട്ടോയുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയും തമ്മിൽ ഒറ്റ കാറിൽ, അതായത് റഷ്യൻ പ്രസിഡന്റിന്റെ വാഹനത്തിൽ നരേന്ദ്രമോദി യാത്ര ചെയ്യുന്ന ഒരു വാഹനം. അത് ആ സമയത്ത് ബംഗ്ലാദേശിൽ അമേരിക്കയിൽ നിന്നും, അതായത് CIAയിൽ നിന്നുമുള്ള ഒരു ഏജന്റ് മോദിയെ വധിക്കാനായിട്ട് അവിടെ ഡൽഹിയിൽ നടക്കുന്ന സമ്മിറ്റിൽ വെച്ചിട്ട് മോദിയെ കൊല്ലാനായിട്ട് CIAയിലെ ഏജന്റുമാർ ഒരു ശ്രമം നടത്തി. ആ അവസാന നിമിഷമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് SPGക്ക് അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് ഒരു ഇൻപുട്ട് ലഭിക്കുന്നു. ആ ഇൻപുട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അവസാന നിമിഷം, അതായത് മോദി സമ്മിറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് SPG പറയുന്നത് മോദിയോട് ഈ ഔദ്യോഗിക വാഹനത്തിൽ ഇപ്പോൾ പോകണ്ട, അതിന് പകരം റഷ്യൻ പ്രസിഡന്റിന്റെ വാഹനത്തിൽ കയറി യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് തന്നെ മോദിയെ വധിക്കാനുള്ള ഒരു നീക്കം നടന്നു എന്ന വാർത്തകളും അന്ന് തന്നെ ഉണ്ടായിരുന്നു. മോദി ചൈനയിൽ സന്ദർശനം നടത്തിയ ദിവസമാണ് ബംഗ്ലാദേശിലെ ഹോട്ടലിൽ ഈ അമേരിക്കൻ വിദേശി കൊല്ലപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ഹോട്ടലിൽ, അത് ബംഗ്ലാദേശിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അമേരിക്കയുടെ ചാരനെ കൊല്ലുന്നത് തന്നെ DRDO വികസിപ്പിച്ചെടുത്ത ഒരു വിഷാംശം നിറഞ്ഞൊരു മരുന്നുണ്ട്. ഈ മരുന്ന് അവരുടെ അദ്ദേഹത്തിന്റെ ഡ്രിങ്കിൽ കലക്കിയിട്ടാണ് കൊല്ലുന്നത്. ആ മരുന്നിന്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഒറ്റ നിമിഷം കൊണ്ട് വായിലേക്ക് പോയി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നാഡീ നരമ്പുകളെല്ലാം തന്നെ പെട്ടെന്ന് നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും. എന്നിട്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് പോലൊരു സംഭവം വന്നിട്ടാണ് മരിക്കുന്നത്. അതിൽ അമേരിക്ക സജീവ പങ്കാളിയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുത അന്ന് തന്നെ ഉണ്ടായിരുന്നു. കൊൽക്കത്തയിൽ NIA പിടികൂടിയ മാത്യു വാൻഡേക്ക് ഇക്കാര്യം ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. റഷ്യൻ രഹസ്യ ഏജൻസിയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. മണിപ്പൂരിലെ കുക്കി സായുധ സംഘടനാ ഗ്രൂപ്പുകൾക്ക് ഇയാൾ ഡ്രോൺ ആക്രമണത്തിന് പരിശീലനം നൽകിയിരിക്കാം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മിസോറാം ലാൽ ദുഹോമ നേരത്തെ നിയമസഭയിൽ നൽകിയ വെളിപ്പെടുത്തലുകളിൽ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധ വിദഗ്ധർ മിസോറാം വഴി മ്യാൻമാറിൽ പോകുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാതി. ഇത് വാസ്തവമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം ചിറ്റഗോങ്, മ്യാൻമാറിലെ ചില ഭാഗങ്ങളും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കൂട്ടിച്ചേർത്ത ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ സംഭവം കൂട്ടിവായിക്കുമ്പോൾ മാത്യു വാൻഡേക്കിന്റെ സാന്നിധ്യം ഈ ദൗത്യത്തിന് എത്തിയതാണോ എന്ന് കരുതപ്പെടേണ്ടതുണ്ട്. എന്തായാലും വിദേശ രാജ്യങ്ങളിലെ കൂലി പടയാളികൾക്ക് ഇന്ത്യയെ ഒരു സുരക്ഷിത താവളമായോ ട്രാൻസിറ്റ് കോറിഡോറായോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ അറസ്റ്റിലൂടെ NIA പ്രഖ്യാപിച്ചിരിക്കുന്നത്.